ഇന്ന് നമുക്ക് വെണ്ടക്കയും തക്കാളിയും കൊണ്ട് ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ല കുഴഞ്ഞിരിക്കുന്ന നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, അതേപോലെ വളരെ സിമ്പിളുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷായ വെണ്ടയ്ക്ക വേണം ഇതിനെടുക്കാനായിട്ട്. ഒട്ടും മൂക്കാത്ത വെണ്ടയ്ക്കയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇതേപോലെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇങ്ങനെ നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ വെണ്ടയ്ക്കയ്ക്ക്. അതേപോലെ തന്നെ നമ്മൾ ഈ വെണ്ടയ്ക്ക നന്നായിട്ട് വേകുകയും ചെയ്യും, ഒട്ടും തന്നെ ഉടയുകയുമില്ല. അപ്പോൾ അങ്ങനെ കറി വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഇത്രയും മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും, ഒരു 3-4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. വളരെ സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ നന്നായിട്ടൊന്ന് സവാള ഒന്ന് വഴറ്റി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഒരു 8 കഷ്ണമാക്കി ഒന്ന് മുറിച്ച് വെക്കുക. നമ്മൾ ചില്ലി ചിക്കനൊക്കെ വെക്കുന്ന പോലെ. തക്കാളി, ക്യാപ്സിക്കം, ഒരു സവാള, ഇതെല്ലാം 8 പീസാക്കി കട്ട് ചെയ്യുക ചതുരത്തിൽ. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം കൂടി ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളിതിനകത്ത് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എരിവും നോക്കിയിട്ട്, എരിവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് ആദ്യം തന്നെ പച്ചമുളക് ഇത്തിരി അധികം ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. 1-2 പ്രാവശ്യം അടച്ച് തുറന്ന് ഇളക്കി ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇത് കഞ്ഞിയോടൊപ്പവും ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതും ഒരു മോരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വെണ്ടയ്ക്ക വെറുതെ മെഴുക്ക് പുരട്ടി വെക്കണ നേരം കൊണ്ട് ഇതേപോലെ ഒരു തക്കാളി ക്യാപ്സിക്കൊക്കെ ഇട്ടൊന്ന് വെച്ച് നോക്കി, സൂപ്പറായിരിക്കും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.